Take my eyes open to force reality. Why can't you just let me eat my weight in glee? I live inside my own world of make-believe. Kids. ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ R15 V2 ഇതേണ്ടിരിക്കുന്നു. ഇവനെ പറ്റിയാണ്. ഇവനിപ്പം ആൾമോസ്റ്റ് 27,000 ചില്ലാനും കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. അപ്പം ഇപ്പോഴത്തെ ഇവൻ്റെ അവസ്ഥ, അതായത് വണ്ടിയുടെ മൊത്തത്തിലുള്ള ആ ഒരു കണ്ടീഷനും പിന്നെ ഒരു ചെറിയ യൂസർ എക്സ്പീരിയൻസിലും വണ്ടിയിൽ മാറ്റിയിട്ടുള്ള കാര്യങ്ങളും, അങ്ങനെ വണ്ടിയെ പറ്റി ഇത്രയും നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നാൾ ഓടിച്ചു കഴിഞ്ഞതിൻ്റെ ഒരു റിവ്യൂ എന്നൊക്കെ വേണേൽ പറയാം. ഒരു യൂസർ എക്സ്പീരിയൻസ്, യൂസർ റിവ്യൂ, അതേപോലെ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തായാലും സമയം എനിക്കെടുത്താതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, സോ ഫസ്റ്റ് ഓഫ് ആൾ ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അത്യാവശ്യം നല്ല മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണിത്. ഇതിൻ്റെ ഓണർ നല്ലപോലെ കെയറിങ് ആണ്. എന്നാൽ ലുക്കാണ് ചെറുക്കനെ കാണാൻ അല്ലേ ഗൈസ്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പം നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ വിന്നോയ്സിൻ്റെ പ്രശ്നം കാണും. കാരണം ഞാൻ മൈക്ക് എടുത്തിട്ടില്ല, അതൊന്ന് ക്ഷമിക്കണം. അപ്പം കിലോമീറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടി ഇപ്പം കറക്റ്റ് 27,049 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പം വണ്ടിയിൽ ഇത്രയും കിലോമീറ്റർ ഓടിയപ്പം നമ്മൾ മാറിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ടയർ ഒരു വട്ടം മാറിയിട്ടുണ്ട്. ഇപ്പം ഇട്ടിരിക്കുന്നത് മാക്സിസിൻ്റെ 140/70/17 എന്ന് പറയുന്ന സൈസുള്ള ടയറാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ടയറാണ്. അതേപോലെ തന്നെ ഫ്രണ്ട് ടയർ അതേപോലെ തന്നെ മാറിയിട്ടുണ്ട്. ഇതും മാക്സിസിൻ്റെ തന്നെ ടയറാണ്. ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 90 അതേപോലെ തന്നെ ബ്രേക്ക് പാഡ്സ് മാറിയിട്ടുണ്ട്. രണ്ട് സൈഡിലെയും ബ്രേക്ക് പാഡ് നമ്മൾ മാറിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇതുവരെ മാറിയിട്ടില്ല. അതേപോലെ തന്നെ വണ്ടിയുടെ എൻജിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാം. സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ ടാപ്പറ്റിൻ്റെ നോയ്സ് ഉണ്ട്, പക്ഷേ അത് കുറച്ചൊന്നൊരു 5 സെക്കൻഡ് കഴിയുമ്പോൾ അതങ്ങ് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ എൻജിൻ്റെ ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ അവസ്ഥ. ഇതുവരെ എൻജിൻ പണിയൊന്നും വന്നിട്ടില്ല, പക്ഷേ ആ ടാപ്പറ്റിൻ്റെ സൗണ്ട് ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ വേറെ പണിയൊന്നും വന്നിട്ടില്ല. ആ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത് ആദ്യമേ ഓയിൽ മാറാൻ കുറച്ച് ടൈം, കുറച്ച് അധികം ഓടിയിട്ടാണ് ഓയിൽ മാറിയത്. ഓയിൽ മാറിയപ്പോഴത്തേക്ക് നല്ലപോലെ അതിൻ്റെ മാറുന്ന സമയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പം വണ്ടിയിൽ എന്തായാലും 4000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ കറക്റ്റായിട്ട് മാറുന്നുണ്ട്. പിന്നെ റേഡിയേറ്ററിൻ്റെ അവസ്ഥ കണ്ടല്ലോ. ഒരു ഗ്വാഡ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇതിനകത്തിപ്പം കല്ലും കട്ടയൊക്കെ അടിച്ച് കയറിയാണ്ട് ഇവിടെ ചെറിയ ചെറിയ തുള പോലുണ്ട്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഒരു ഗ്വാഡ് വെക്കണമെന്നുണ്ട്. പിന്നെ വണ്ടി ഇപ്പോഴും സ്റ്റോക്ക് കണ്ടീഷനിലാണ് കൊണ്ട് നടക്കുന്നത്. ഇതിനകത്ത് ആകെപ്പാട് ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു വിംഗ്ലെറ്റും കയറ്റി, അതേപോലെ തന്നെ ഒരു സിംഗിൾ ബബിൾ വൈസറും കയറ്റി. പിന്നെ V3യുടെ റിയർ വ്യൂ മിറേഴ്സും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻ വലുതായിട്ടൊന്നും ചെയ്തപ്പോൾ ഇല്ല. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു കവർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ആ പാട് ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ ഈ വണ്ടിക്ക്. അതുകൊണ്ടാണ് വണ്ടി ഇപ്പോഴും സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നല്ല ലുക്കായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പോളിഷൊക്കെ ഇട്ട് കൊടുക്കും ചെറുക്കിന്. ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ഇപ്പോഴും എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇപ്പം വണ്ടി റിസർവിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ F എന്ന് കാണിച്ചേക്കുന്നത്. RPM മീറ്ററൊക്കെ ഇപ്പോഴും പൊളിയാണ്. അന്യായ ലുക്കുമാണ്, നല്ല പെർഫോമൻസുമാണ്. ഇവിടെ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് എല്ലാം ഇപ്പോഴും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഹാൻഡ് ഗ്രിപ്പ് ഇത് രണ്ടും മാറിയിട്ടുണ്ട് ഒരു വട്ടം. ഇത് പുതിയതാണ് ഇപ്പോൾ കിടക്കുന്നത്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു
മൊബൈൽ ഹോൾഡർ വെച്ചിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. പിന്നെ കോൺസെറ്റിന് ചെറിയൊരു ഇടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. അത് നമ്മൾ ഈ നട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്രശ്നം അങ്ങ് മാറുന്നുണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഹെഡ് ലാമ്പ്സ് ഹാലജൻ തന്നെയാണ്, LED ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഈ 2 പാർക്ക് ലൈറ്റും മാറിയിട്ട് ഇപ്പം വെള്ള കളറിലെ LED ഇട്ടിട്ടുണ്ട്. അതേ ഉള്ളൂ ഇതിനകത്ത് ലൈറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പരിപാടി. ബാക്കിലൊന്നും ചെയ്തിട്ടില്ല. ബാക്കിൽ ആ സ്റ്റോക്ക് LED ലൈറ്റ് തന്നെ കണ്ടോ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ പഴയ ഹാലജൻ തന്നെ. ടയറിന് നല്ല സൈസൊക്കെ ഉണ്ട്. പുറമേന്ന് കാണുമ്പോൾ നല്ല രീതിയിലാണ് വണ്ടി എറിച്ചിരിക്കുന്നത്. പിന്നെ ഷോക്ക് അബ്സറൊന്നും ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ മെയിനായിട്ട് ഈ വണ്ടിയിൽ കണ്ടുവരുന്ന പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ടാപ്പറ്റടിയുടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ കോൺസെറ്റിൻ്റെ ഒരു ഇടുപ്പുണ്ട്, അതൊരു ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ വേറെ കുഴപ്പം. പിന്നെ വൈബ്രേഷൻ ഇടയ്ക്ക് വെച്ചൊന്ന് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ ഈ കിറ്റ് ഞാൻ മൊത്തത്തിൽ ഒന്ന് എന്താ പറയുക റീസെറ്റ് ചെയ്തായിരുന്നു. അന്നേരം ആ വൈബ്രേഷൻ അങ്ങ് പോയി. ഈ ഇടയ്ക്കിടയ്ക്കുള്ള റബ്ബർ പാഡ് കണ്ടോ, ഈ സംഭവം സ്ഥലത്തു നിന്ന് മാറുമ്പോഴായി കടകടകടാന്ന് സൗണ്ട് വരുന്നത്. ഇപ്പം മൊത്തം റീസെറ്റ് ചെയ്തപ്പോൾ ആ ഒരു പ്രശ്നം അങ്ങ് സോൾവ് ആയി. അതേപോലെ തന്നെ ഈ റബ്ബർ പാഡിങ് ഉണ്ട് ഇവിടുന്ന് ഇപ്പോൾ ഇളകി കിടക്കുന്നത്. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നല്ലാതെ വേറെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നല്ല അധികം കട്ടിയില്ല, ഒരു ആവറേജ്. പിന്നെ പില്യൺ, ഇതൊരു പില്യണിന് അത്ര കംഫർട്ടബിളായിട്ടുള്ള ബൈക്കല്ലെന്ന് അറിയാമല്ലോ. എങ്കിലും ഒരു കപ്പിൾസിനൊക്കെ നല്ലപോലെ എന്താ പറയുക, കപ്പിൾസിനും ലവേഴ്സിനും ഒക്കെ കിടിലമായിട്ട് ലുക്കി കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ പിടിച്ചിരിക്കാൻ, ഇതത്ര നല്ല ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ റൈഡറിൻ്റെ തോളെ പിടിച്ചിരിക്കുന്നതാണ് പതിവ് ഈ വണ്ടിക്കകത്ത് കയറുന്നവരല്ല. അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പിന്നെ ഞാനിത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈപ്പോഡും സാധനങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വിട്ട് വേണ്ട ഇങ്ങനെ ഇടിച്ച് കയറ്റി വെക്കും, ചാക്കുമൊക്കെ സാധനം അവിടെ ഇരുന്നോളൂ സെറ്റായിട്ട്. പിന്നെ ടാങ്കൊക്കെ മെറ്റാലിക്ക്, ഇപ്പോഴത്തെ കൂട്ട് ഫൈബർ കവറിങ് ഒന്നും വരുന്നില്ല, ഇതെല്ലാം കമ്പി സാധനം തന്നെ. പക്ഷേ ഇതൊക്കെ ഫൈബറാണ് കേട്ടോ, ഇതും ബാക്കും ഒക്കെ. അതേപോലെ തന്നെ പറയാൻ വിട്ടുപോയ മറ്റൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ചെയിനാണ്. ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. പക്ഷേ ഇത് നേരത്തെ കൊണ്ടു നടന്നവനെ ഓയിലും അതേപോലെ തന്നെ ലൂബൊന്നും അടിക്കാതിട്ട് ഡ്രൈ ആയിട്ട് ഓടിച്ചു ഒരുപാട് വണ്ടി. അങ്ങനെ ചെയിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് വണ്ടി ഈ ചെയിൻ്റെ ഏതോ ഒരു സ്പോട്ടിലെത്തുമ്പം ചെയിൻ നല്ലപോലെ എന്താ പറയുക, ഇല്ല കട്ടിയാവുന്നുണ്ട്, ഇല്ല കടകട സൗണ്ട് പോലെ. ചില ഭാഗത്തെത്തുമ്പം ചെയിൻ നല്ലപോലെ ടൈറ്റ് ആവും. അതേപോലെ തന്നെ ചില ടൈമിൽ നല്ല ഫ്രീയും ആയിരിക്കും. അത് ഈ എൻജിൻ്റെ കണ്ണിയുടെ കംപ്ലൈൻറ്റ്. അപ്പം കടയിൽ കാണിച്ചപ്പോൾ അവരിത് മൊത്തത്തിൽ ചെയിനും സ്പ്രോക്കറ്റും പുതിയതിടുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പം ചെയിനും സ്പ്രോക്കറ്റും ഇപ്പോൾ കംപ്ലൈൻ്റ് ഉണ്ട്, അതെന്തായാലും പുതിയതിടണം. പിന്നെ മാറാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനിയും പല്ല് കിടപ്പുണ്ട്. അപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് മാറുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിതുവരെ മാറിയില്ല. പിന്നെ ഗിയർ ഷിഫ്റ്റൊക്കെ ഇപ്പോഴും പക്കായാണ്. യമഹയുടെ ആ ഒരു ടിപ്പിക്കൽ ഗിയർ ബോക്സിൻ്റെ പെർഫോമൻസ് ഇപ്പോഴും നമുക്ക് ഈ ഒരു ഗിയർ ബോക്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല, പക്കായാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പറയാനുള്ളത്. ഇനിയിപ്പം നിങ്ങളാരെങ്കിലും R15 V2 എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഫുൾ ത്രോട്ടിലൊന്ന് കൊടുത്തു നോക്കുക, അതായത് നിങ്ങൾ വണ്ടി നോക്കാൻ പോകുമ്പോഴേ. അതേപോലെ തന്നെ വണ്ടിയുടെ EFI അതൊരു മെയിൻ ഘടകമാണ്. അത് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം EFIക്കൊക്കെ പണി കിട്ടിയാൽ അറിയാമല്ലോ, പോക്കറ്റിൽ നിന്ന് നല്ലപോലെ പൊടിഞ്ഞു പോകും. നമ്മുടെ ആ പമ്പിൻ്റെ നോയ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് ചെവിയും കൊണ്ട് കേട്ടാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ കൺസോളിനകത്ത് ആ പമ്പിന് എന്തെങ്കിലും തരത്തിലുള്ള EFI സിസ്റ്റത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് കത്തി കാണിക്കും. അതൊന്നും വക വയ്ക്കാതെ പോകരുത്, അതൊക്കെ മെയിനായിട്ടുള്ള ഘടകങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ വണ്ടി ഇച്ചിരി ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ആക്കിയിട്ട് നല്ലപോലെ കൈ കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുക. എന്ന് വെച്ചാൽ ചറുക്കുന്ന രീതിയിൽ പിടിക്കരുത്, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടൊന്ന് പിടിച്ചിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഷോക്ക് ടെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ കോൺസെറ്റിന് ഇടുപ്പുണ്ടോ എന്ന് നോക്കാനാണ്. ഇൻ കേസ് ഇനിയിപ്പം ഷോക്കിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് മണ്ടയ്ക്കൂടെ ഓവർ സ്പില്ലാവുന്നത് കാണാം. അതേപോലെ തന്നെ കോൺസെറ്റിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഒരു ഇടുപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അതേപോലെ തന്നെ മാക്സിമം 6 ഗിയറും ഇട്ട് നോക്കാൻ ശ്രമിക്കുക, ഇടാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആണെങ്കിലും. അതേപോലെ തന്നെ ചെയിൻ്റെ അവസ്ഥ നോക്കുക. ഇലക്ട്രിക്കൽസ് എല്ലാം നല്ലപോലെ വർക്കിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ബാക്കിലത്തെ ഷോക്കൊന്നും തുരുമ്പും കാര്യങ്ങളും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ മാക്സിമം സ്റ്റോക്കായിട്ട് എവിടെന്നെങ്കിലും വണ്ടി കിട്ടുമെങ്കിൽ അതെടുക്കുന്നതായിരിക്കും എന്താ പറയുക നല്ലത്. കാരണം ഇതിപ്പോൾ ഞാൻ സ്റ്റോക്കായിട്ട് സെക്കൻഡ് എടുത്ത വണ്ടിയാണ്, നല്ലപോലെ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ചെയിൻ അവർ നല്ലപോലെ കെയർ ചെയ്തിട്ടില്ല, അതിൻ്റെ പണി ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഇതെൻ്റെ വണ്ടിയല്ല കേട്ടോ, ഞാൻ ഈ എൻ്റെ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വായി വന്നു പോകുന്നു. ഇത് നമ്മളെ
കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പം രാവിലെ അത് എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അന്നേരം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ ഫ്രണ്ട്സ് അത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ R15 എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും മെയിനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പുറമേതന എങ്ങനെ ഉണ്ടെന്ന്. ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 1-2 ആഴ്ച, അതായത് ഈ വണ്ടി ഓടിക്കാത്തവർ ആദ്യമായിട്ട് ഈ വണ്ടി ഒരു 1-2 ആഴ്ച ഓടിക്കുമ്പം ചെറിയൊരു കൈക്കും അതേപോലെ തന്നെ പുറത്തിനും ചെറിയൊരു വേദന ഫീൽ ചെയ്യും. അതേപോലെ തന്നെ പില്ലണുണ്ടെങ്കിൽ പറയുകയും വേണ്ട, കൈക്ക് നല്ലപോലെ ഇവിടെ ഇങ്ങനെ ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്തെ നല്ലപോലെ ചുമന്ന് നല്ല വേദന എടുക്കും. അതേ ഉള്ളൂ പ്രശ്നം. പിന്നെ അതൊരു 1 മാസം മാക്സിമം ഓടിച്ച് കഴിയുമ്പോൾ അങ്ങ് ശീലമായിക്കോളും. 1 മാസം വേണ്ട, ഞാനൊരു 3-4 ആഴ്ച വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആയി. അതേ ഉള്ളൂ പെയിനിൻ്റെ കാര്യത്തിൽ പറയാനായിട്ട്. പിന്നെ വണ്ടി പൊളിയാണ് കേട്ടോ, നല്ല മൈലേജും തരുന്നുണ്ട്. എനിക്കിപ്പോൾ എന്തായാലും ഇതിനൊരു 40 വണ്ടിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യം. അവൻ പറഞ്ഞതാണ് കേട്ടോ, എനിക്കല്ല അവൻ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഈ വണ്ടി ഒരു 3-4 ആഴ്ച എൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഞാനായിരുന്നല്ലോ അന്നൊരു എണ്ണ അടിച്ചപ്പം ഒരു 40 വണ്ടിക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പായി. പിന്നെ മൈലേജിൻ്റെ കാര്യം അതാണ്. വേറെ എന്താണ് പറയാനായിട്ടുള്ളത്? വേറെ പറയുകയാണെങ്കിൽ വണ്ടി പൊളിയാണ്, അത്രയേ ഉള്ളൂ. എല്ലാവരും നോക്കുന്നുണ്ട്. നമ്മൾ ഈ അലമ്പ് മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്യാതെ മാക്സിമം സ്റ്റോക്കായിട്ട് ഒരു വിംഗ്ലെറ്റോ വൈസറോ കയറ്റി ഒരു പോളിഷൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് വണ്ടി കൊണ്ട് കിടക്കുകയാണെങ്കിൽ 4 പേരൊന്ന് നോക്കും. ഇപ്പം ഞാൻ തന്നെ ഈ വണ്ടിക്കകത്ത് പോകുമ്പം കുറച്ച് പേര് നോക്കുന്നുണ്ട്. ചെറുക്കാൻ്റെ ലുക്ക് ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, അല്ല ഈ വീഡിയോ. അപ്പം നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. കാരണം എനിക്ക് വിശക്കുന്നു, വെളുപ്പിനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കാണാം. ബൈ ഗൈസ്.